ആണോ? നിനക്ക് എൻ്റെ വക ഗിഫ്റ്റ്. എടാ ഇത് ഈ മറ്റേ ശവപ്പെട്ടിന്റെ രൂപത്തിൽ വെച്ച എന്തിനാ അറിയോ? ഇത് കഴിച്ചു കഴിയുമ്പോ ശവപ്പെട്ടി കൊണ്ടുപോകണ്ടിട്ടാണ്. ഇവരെങ്ങനെയുണ്ട്? കടിയൊക്കെ ഞാൻ ഒരു പൊട്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സാധനമുണ്ട്, ജോളോ ചിപ്സ്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ കുറേ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജോളോ ചിപ്സിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റർ ഗോകുലുണ്ട്, പിന്നെ നമ്മുടെ ഇവിടെ ഉള്ളത് രാഹുൽ ടെസ്റ്റർ. അപ്പോൾ നമുക്ക് ജോളോ ചിപ്സ് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ജോളോ ചിപ്സ് 3 കഷ്ണമാക്കിയിട്ടുണ്ട്. അപ്പോൾ 3 പേരാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് രാഹുൽ, ഗോകുൽ. നീ ടെസ്റ്റ് ചെയ്യുന്നില്ല? ടെസ്റ്റ് ചെയ്തോ? അയ്യപ്പ ഞാനില്ല. അപ്പൊ വീടെടുക്കാൻ ആളുണ്ടേ. എനിക്ക് ചെറിയ ഞാൻ അത് പൊടിയൊന്ന് ടെസ്റ്റ് ചെയ്തു. പെട്ടെന്ന് തിന്നണം, അല്ലെങ്കിൽ ഇതാവും. വേണ്ട വേണ്ട വേണ്ട, മുളക താന്നൊക്കെ കൊടുക്കണ്ട, എരിഞ്ഞു ചാവും. അടുത്തായിട്ട് നിന്റെ പേരെന്താ? രാഹുലിൽ ടെസ്റ്റ് ചെയ്താണ്. സീരിയലേ പൊന്നെ ഏണ്ടേ തിന്നില്ല. ദൈവം കഴിച്ചില്ല. ഫ്രീ ഫയർ ഒക്കെ എടുത്ത് മാറ്റി. പുകൊക്കെ ചോണ്ട്. സോ അവിടെ അപ്പൊ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെങ്ങനെയുണ്ട്? കടിയൊക്കെ കടി കുറച്ചായിട്ട് വെള്ളം തരുള്ളൂ. ഇതാ ഒരു ഈന്തപ്പഴം കൊടുത്തു നമ്മള്. തക്കാല ചമനം. വെള്ളം വേണോ? എങ്ങനെയുണ്ട്? വിജയിച്ചില്ല. കാട്ടും പുക കാട്ട് കടീന്ന് വെള്ളം വന്ന്. ഇത് പിടി ഞാൻ ഒരു വെള്ളം കൊടുക്കട്ടെ. അവിടെ ഗായ്സ് പൊളിച്ചു ഗായ്സ്. എങ്ങനെയുണ്ട് ഗോഗൽ? ഗായ്സ് ഒരിക്കലും ഇത് അനുകരിക്കല്ലേ ഗായ്സ്. ഈന്തപ്പഴം സംഭവം അടിപൊളിയല്ലേ? ഓരിതാ വെള്ളം കുടിക്കുന്നു ജോളോ ചിപ്സ് വെച്ചിട്ട്. എരിവുണ്ട്? എങ്ങനെയുണ്ട് പറയടാ. ഓരുടെ കണ്ണീന്നൊക്കെ വെള്ളം വന്നിട്ടോ. വരുത്തതേ തുള്ളുന്നു. ജയിച്ചോ? ജയിച്ചോ? ഒരു ചെറിയ കഷ്ണം ഞാൻ അയച്ചുള്ളൂ. എനിക്ക് ചെറുതായിട്ട് കഴിയുന്നു. ചെറിയ കഷ്ണമുണ്ട്. അത് ചോക്ലേറ്റിന്റെ ടേസ്റ്റ്. അപ്പൊ അത് മൊത്തമായിട്ട് കഴിച്ചേണ്ട അവസ്ഥ എന്തായിരിക്കും? നോക്കട്ടെ. ഞാനൊരു ചെറിയ ഭക്ഷണം ഇപ്പൊ കഴിച്ചു. നല്ല എരിവുണ്ട്. 2 ദിവസം മുന്നേ പനിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഞാനും കഴിച്ചു. നല്ല സുഖമുണ്ട്, നല്ല എരിവുണ്ട്.
നല്ല എരിവെന്ന് പറഞ്ഞാ നല്ല എരിവ്. നാക്കൊക്കെ ഇവിടെ ഉണ്ടോ തന്നെ അറിയില്ല. അതേപോലെ എരിവുണ്ട്. വെറുതെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. അമ്മ വരെ കഴിച്ചൊന്നാ അന്നമ്മ ഒരു ചെറിയ കഷ്ണം കഴിച്ചു. പുട്ട് എങ്ങനെയുണ്ടായിരുന്നു? ചെറിയ കഴിച്ചിട്ട് എരിവുണ്ടായിരുന്നു. മുക്കിയതൊക്കെ വെള്ളം വന്നു. നല്ല എരിവുണ്ട്. പഞ്ചസാര ഒക്കെ എടുത്ത് വായന പറ്റോളം കൊണ്ടിട്ട് ഒരുത്ത ഒരു ചക്ക വെള്ളം കുടിച്ചു തീർത്ത്. എനിക്ക് പച്ചവെള്ളം കുടിക്കാനില്ല, കാരണം പനിയും ചുമയൊക്കെ. ഞാനും എന്തെങ്കിലും ചൂടുള്ള കുടിക്കണം. ഒരാൾ മൊത്തം ഛർദിച്ചു. കുട്ടികൾക്കൊന്നും കൊടുക്കരുത് കേട്ടോ ഗൈസ്, ചോളോ ചിപ്സ്. മൂക്കിയത് വായതൊക്കെ ഉള്ളു. എല്ലാരും വാള് വെച്ചിട്ട് പിന്നെ ഇതിൽ കൂടെ ഇറങ്ങി വരും. പിന്നെ ചോക്ലേറ്റ് പോണത് ഗൈസ്, 18 വയസ്സിന് താഴേക്കുള്ള ആരും ഇത് കഴിക്കരുത്. വാള് വെച്ച് കൊടുക്കും. ചക്കര കഴിച്ചില്ല. ഒരു സമാധാനം. ആ മൂക്ക് തീറ്റാൻ പറ്റുമോ? തൊടണ്ട, ഇതുകൊണ്ടായിട്ട് കഴുകിട്ട് മൂക്കിന്ന് വായനൊക്കെ വെള്ളം വരുന്നുണ്ട്. ഇരുന്നിട്ട് ഒരു രക്ഷയില്ല. ഐസ്ക്രീം ആയിട്ടോ ഞാൻ ഒരു പൊട്ട് കഴിച്ചു. കടയിൽ പോയിട്ട് ഐസ്ക്രീം ആ മൊന്തയിലുണ്ട്. ഐസ്ക്രീം മേടിക്കാൻ കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? ഛർദിച്ച ഒരു വട്ടയിലും കഴിക്കണം. നിക്കാൻ പറ്റൂല. ഇവിടെ കത്തിയിട്ട് ചെവി കൂടെ ഒക്കെ എന്തൊക്കെയോ പുക വരുന്നത്. ചെവിയൊക്കെ വേറെ എടുക്കും. ഞാൻ ഇതുവരെ വെള്ളം കുടിച്ചിട്ടില്ല. ഒരു പൊട്ട് കഴിച്ചു. ഞങ്ങൾ ഇത്ര ഇതാ അവന്റെ കഷ്ണം ഞാനാ വെച്ചേ. ഒരാൾക്ക് മൊത്തം കഴിച്ചാൽ പടായി. വയറിളക്കിയിട്ടും കാര്യമില്ല, മൂട് പോകും.
എന്താ പറയാ പിന്നെ അതൊരു ചെറിയൊരു ആശ്വാസം ഉണ്ട്. നല്ല സുഖം. അതൊരു മുളക് പൊടി പാക്കറ്റ് മൊത്തം വായിക്കിട്ട പോലെ. എന്റെ അമ്മേ. ഇതെന്താ സാധനം മുളക് പൊടി? ലോകത്തിലെ ഏറ്റവും വലിയ മുളകാന്നൊക്കെ പറയുന്നത്. ഈ എരിവിനോ? തല ഇറങ്ങണ്ടോ? എനിക്ക് ഇറങ്ങണ്ടേ? എപ്പോഴും വെള്ളം വയറ്റിലുണ്ട്, കുഴപ്പമില്ല കാശ് എരിയൂല. ഈ ചൂടുവെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. അതായത് തൊണ്ടവേന. കോകില് തൂറാൻ പോയിട്ടുണ്ട് കാശ്. ഇനി കുണ്ടി കൂടെ ആയിരിക്കും പുക വരുന്നത്. എനിക്കിപ്പോ ഇല്ല, എനിക്ക് തല ഇറങ്ങുന്ന പോലെ ഉണ്ട്. സൂപ്പർ. പഞ്ചസാര ഇല്ല. ഒരു തലകറക്കം പോയ തലക്ക് എന്താ വിടുത്ത? നമുക്ക് ആ കുഴപ്പമൊന്നുമില്ല. ഭയങ്കര എരിവാണ്. വയറല്ലേ? വയറില്ല, എനിക്കിപ്പോ ഇവിടെ മൊത്തം കണ്ണടിച്ച് ഓത്തതാണ്. ബൾബായി ബൾബ്. എന്നെ കൊണ്ട് ഉറങ്ങണം. ആ മൂക്ക് ചീറ്റിയത് മൂക്ക് വീണപ്പോ ഒരാളത് മൊത്തം കഴിച്ചാ ഈ കഴിഞ്ഞല്ലേ. വെള്ളം കുടിക്കാണ്ടിരുന്ന എരിവ് പറയുന്നുണ്ട്. എന്താ പറഞ്ഞു? അത് ഐസും വെള്ളം കുടിച്ച സെറ്റ് നല്ല സുഖമായിരുന്നു. ഐസുണ്ടോ? ശരി. ക്ഷീണം പിടിച്ചോ? അയ്യോ, ഇപ്പൊ എരിവില്ല. ക്ഷീണം. ഈ ഫിറോസ്ഖാൻ പറയണ വരുന്നല്ലേ? അവനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ചെറുപ്പക്കാരായിക്കൊണ്ടായിട്ടാ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ സെറ്റായി. പക്ഷെ വയറിനൊരു പുകച്ചിലുണ്ട് ഇവിടെ. അയ്യോ, എനിക്കിവിടെ നാട്ടിൽ സൈഡ് മാത്രം. കഴിഞ്ഞ കാല അടികളും പിടിക്കുന്ന വരും. ക്ഷീണം പിടിച്ചു, ഉറക്കം വരിക. നീ കഴിക്കുവോ? അയ്യോ, ജീവിതത്തിൽ ഇതാരും അനുകരിക്കരുത്. ഇത് വേറൊരു സംഭവമാണ്. തിന്നാൻ പാടില്ല. കളയണ്ട ചവച്ചെടുത്ത് ഇറക്കരുത്. ഇറക്കി കഴിഞ്ഞു. ശത്രുക്കൾ ഉണ്ടെങ്കിൽ മേടിച്ച് ചോക്ലേറ്റ് മിഠായെന്ന് പറഞ്ഞ് മേടിച്ച് കൊടുക്കാം. പൊളിക്കും. പിന്നെ അവൻ വരില്ല. സുന്ദരിക്ക് അയ്യോ, കുട്ടി കൂടെ വരും. നമ്മളായതുകൊണ്ട് പിടിക്കുന്നു കുറച്ചേരം. അയ്യോ, ചെറിയൊക്കെ പിടുത്തം പോയായിരുന്നു. അയ്യോ, ഇറങ്ങി ഓടിയാ മതിയായിരുന്നു. തുള്ളുമായിരുന്നു ഇങ്ങനെ. എനിക്ക് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല.
ഞങ്ങളല്ലേ വലിയ പീസ് കഴിച്ചേ. ഗോവി കഴിച്ചിട്ട് ഓടുമായിരുന്നു. വെള്ളം കുടിക്കണോ ഐസ്ക്രീം? ഇവിടെയൊക്കെ ഇതാണ് പറഞ്ഞത്. ഇത് വിമസ്കാൻ കാട്ടിവിടെ ഐസ്ക്രീമൊക്കെ എടുത്തിരിക്കണം. ഒരു പെട്ടി ചെറുതും പോലെ ഒരു പെട്ടി ഇരുന്ന് തിന്നും. പഞ്ചസാരയൊന്നും വലിയ കുഴപ്പമില്ല. പഞ്ചസാര പിന്നെ അതിന്റെ മന്ദപ്പാണോ പഞ്ചസാര? മധുരമുണ്ട്, പക്ഷെ മധുരത്തിന്റെ ഉള്ളിൽ എന്തോ പൊട്ടിയ പോലെ ഒരു പൊട്ടല പൊട്ടി. എരിവ് പെട്ടെന്നാണ് എരിവ് കയറി അല്ലേ താലിച്ചോന്ന്. ഓർക്കാനേ വയ്യാതെ. ഒരു മുളക് പൊടിന്റെ ടേസ്റ്റില്ലേ? ആ ഒരു കിലോ മുളക് പൊടി ഒരുമിച്ച് തിന്ന പോലെ ഉണ്ട്. ചക്കര പ്രോട്ടീനൊക്കെ വെള്ളം കുടിക്കുമ്പോ കൂടും തോന്നുന്നു. ഞാൻ വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കുമ്പോ പുകച്ചില്ല. വെള്ളം കുടിക്കുമ്പോ ഒരു ആശ്വാസം. വായിലിങ്ങനെ വെക്കുമ്പോ കുടിക്കുമ്പോ പിന്നെയും പോകും. തലയിലൊരു ഇതില്ലേ പിടുത്തം പോലെ. നേരത്തെ അങ്ങനെ എന്റെ പ്രാന്തായ പറയട്ടെ. വെള്ളം ക്ഷീണിച്ച് ആവശ്യമായി കിടന്നു. വലിയ തീരൊന്നുമില്ല, പക്ഷെ എല്ലാരും കഴിക്കണല്ലേ? 100 പ്രാവശ്യമെങ്കിലും മേടിച്ച് കഴിക്കണം. അറിയാത്തവര് കഴിക്കുന്ന വേണം. ഞാൻ അറിയുള്ളൂ. നമുക്കൊക്കെ എന്താന്ന് 4 ദിവസം 100 പ്രാവശ്യം കഴിക്കുള്ളൂ അല്ലേ? മാക്സിമം 2 പ്രാവശ്യം കഴിക്കുന്നവരെ നമ്മള് ഗിവേ കൊടുക്കും. അല്ല സമ്മാനമായിട്ട് എന്താച്ചാ കൊടുക്കും. പറയുന്നത് എന്താച്ചാ കൊടുക്കും. വെള്ളം കുടിക്കാനും പാടില്ല. അവൻ മൊത്തം തിന്നും വേണം. നമ്മള് ചോദിക്കുന്ന സാധനം മേടിച്ചു കൊടുക്കും. ആരാണെങ്കിലും ചത്തോ? ചൂട് ചായയാലോ? സോപ്പിട്ട് കൈ കഴിയുകൊണ്ട് കുഴപ്പമില്ല. അല്ലെ അവിടെ പെട്ടാലും പൊളിച്ചാണ്. പോയി കൈ കഴിക്കടാ. കണ്ണിലോട്ടൊക്കെ ചേർക്കി. എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇടക്കിടക്ക് പോയിണ്ടല്ലേ? ഗ്യാപ്പിട്ട് 10 മിനിറ്റ് പോണല്ലേ? 10 മിനിറ്റ് നല്ല മുഖച്ചിലാവും. 10 അല്ല 20 മിനിറ്റ്. സോ ഗൈസ്, ഏകദേശം എല്ലാരും പോകെയോ? നോർമലായോ? ബോധമൊക്കെ പോയി. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചോള ചിപ്സ് കഴിച്ചിട്ട് എണീറ്റ് നിൽക്കാൻ പോലും ഫേസില്ല. നൂലൊക്കെ ആവശ്യമായി. എല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് അനുഭവിക്കുക. ഇന്നത്തെ ചലഞ്ച് കൂടി ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഗൈസ്.